സിയാ നീലകണ്ഠൻ, ഇവിടെ എന്നെ ഇടതുപക്ഷ വിരുദ്ധ മനോനില ഒരു മുന്നസഫൈ എന്നൊക്കെ വിപുസ്തകം വന്നെങ്കിലും താങ്കളെ അഭിസംബോധന ചെയ്തത് സഖാവ് എന്നാണ്. താങ്കളത് കേട്ടു എന്ന് വിചാരിക്കുകയാണ്. സിആർ, ഇവിടെ താങ്കൾ പറയുന്നത് പോലെ ഇതിൽ പോലീസ് അന്വേഷിക്കുക എന്താണെന്ന് പണപ്പിരിച്ചത് എന്തിനാണ്, അല്ലെങ്കിൽ പണപ്പിരിവ് ഉണ്ടായോ എന്നുള്ളതാണ്. ഈ അനിമോനെ വിളിച്ച് ചോദ്യം ചെയ്യും. അനിമോനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് അനിമോനെതിരെ കുറ്റം വകുപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം അനിമോൻ പൈസ വേണം എന്ന ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടതേ ഉള്ളൂ. അനിമോൻ ആ പണം പിരിച്ചു വന്നോ എന്തെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നോ ആരും പറയുന്നില്ല. അപ്പം അനിമോനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് വിട്ടയക്കും എന്നതിനപ്പുറം ആ അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിയുമോ സിആർ? ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ, ഈ അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ഞാൻ മുസ്തഫ സഖാവായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം എൻ്റെ നിലപാട് അതാണ്. ലോകത്ത് ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണുന്നൊന്നുമില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തെ ബഹുമാനത്തോടെ കാണുന്നത്. പക്ഷേ പ്രശ്നം അതല്ല, പ്രശ്നം നയപരമാണ്. നയപരം ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞേയില്ല. അതായത് മാണിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ നയം നടപ്പാക്കില്ല എന്ന് സഖാവ് MP ഗോവിന്ദൻ പോലും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇത്രയും ദിവസം ഇത് വന്നിട്ടും ഇതിനെപ്പറ്റിയൊരു അഭിപ്രായം പാർട്ടിയോ ആരും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിൽ ചർച്ച വന്നിട്ടും. അതിനേക്കാളും പ്രധാനം ഇപ്പോൾ ചോദിച്ച ചോദ്യം, ഇത് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതുകൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും പിടിപെടുമോ? എന്തെങ്കിലും ഒരു കാര്യം ഈ അന്വേഷണം കൊണ്ടുണ്ടോ? ഇപ്പോൾ DGPക്ക് ആകെ ചെയ്യാവുന്നത് ആ പറഞ്ഞ അനുമോനെ വിളിച്ച് ചോദ്യം ചെയ്യാം. ഹാഷ്മി പറഞ്ഞ പോലെ അനുമോൻ പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഞങ്ങളുടെ ഒരു ഇന്റേണൽ ഗ്രൂപ്പിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ചൊരു മെസ്സേജ് ആരോ എടുത്ത് കൊടുത്തതാണ്. അതിപ്പോൾ ബാർക്കോഴ എന്നൊക്കെ പറഞ്ഞാൽ അത് പിരിച്ചാലല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ സിസോദിയയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മദ്യനയം, അത് മദ്യനയം തന്നെയാണ്. ഇന്ന് കോടതി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? പണമില്ല എങ്കിൽ പോലും ഒരു നയത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ നയം അത് എടുത്ത ആൾ കുറ്റക്കാരനാണ്. അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരുപാട് തർക്കിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ ഭാഗത്തല്ല. പക്ഷേ ഇവിടെ നയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നയം തെറ്റാണോ? ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ശരിയോ തെറ്റോ എന്നാണ് MP ഗോവിന്ദൻ സഖാവും മുസ്തഫ സഖാവും ആദ്യം പറയേണ്ടത്. ഈ സമയം മാറ്റുന്നതും അല്ലെങ്കിൽ കൂടുതൽ ബാറുകൾ അനുവദിക്കുന്നതും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഇളവുകൾ നൽകുന്നതും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നയമായി മാറാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ചർച്ചയെ നടന്നിട്ടില്ല എന്നാണ് സഖാവ് MP രാജേഷ് പറഞ്ഞത്. അങ്ങനെ ചർച്ച നടന്നിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ആരെങ്കിലും മറുപടി പറയേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഈ അന്വേഷണത്തിൽ കിട്ടൂലല്ലോ. ഈ അന്വേഷണത്തിൽ എന്താ ഇയാൾ പറഞ്ഞതാണോ ഈ വോയിസ് ക്ലിപ്പ്? ഇയാൾ പറഞ്ഞത് ഇപ്പോഴാണോ എന്താണോ എന്നൊക്കെ ചോദിക്കും. അതിനപ്പുറത്തൊന്നുമില്ല. നമ്മുടെ KSRTC കേസ് പോലെ തന്നെ കിടക്കും. ഇതിങ്ങനെ കുറേ കേസുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതിങ്ങനെ നീണ്ടുപോകും. അതുകൊണ്ട് അഴിമതി കേരളത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണത്തിലൂടെ അഴിമതി കണ്ടെത്തി കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യമൊന്നും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കില്ല. അത് ഞാൻ പറയുന്നില്ല. ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, എന്താ കെ ബാബു രമേശ് ചെന്നിത്തലയോ ആര് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് വന്നോട്ടെ. അതിനൊന്നും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കെ ബാബുവിൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ സപ്പോർട്ടറല്ല. പക്ഷേ മാണിയുടെ ബഡ്ജറ്റാണ് തടഞ്ഞത് എന്നതുകൊണ്ടാണ്, അതിൻ്റെ പേരിലാണ് ഇപ്പോഴും മന്ത്രിമാർക്കെതിരെ ക്രിമിനൽ കേസുണ്ട്. ഇതൊക്കെ തെറ്റാണെങ്കിൽ അങ്ങ് പറയാം. മാണി അവതരിപ്പിക്കുന്ന ബജറ്റ് തടയുകയും മാണിയുടെ പേരിൽ ബജറ്റ് തടയാൻ വേണ്ടി അക്രമം നടത്തി വയലൻസ് ചെയ്ത് ക്രിമിനൽ കേസ് ഇപ്പോഴും മന്ത്രി അടക്കമുള്ള ആളുകളുടെ പേരിൽ നിലനിൽക്കുന്നു എന്ന സത്യം അവിടെ നിൽക്കുന്നു. ഇനി നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പമുണ്ട്. കാരണം രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ യോജിച്ചാൽ അതിനു മുമ്പ് അവർ പറഞ്ഞതൊക്കെ മറക്കേണ്ടി വരും. അതൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ രാഷ്ട്രീയ തന്ത്രം എന്നൊക്കെ വേണ്ടി പറയാം. ജനങ്ങളെ പറ്റിക്കുന്ന തന്ത്രമാണെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, എല്ലാം മറന്നുപോട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കേരളത്തിൽ മാത്രമേ CPM ഉം കോൺഗ്രസും തമ്മിൽ അടിക്കുന്നുള്ളൂ. കേരളത്തിന് പുറത്ത് കിടന്നാൽ CPM ഉം കോൺഗ്രസും ബൈ ആണ്. അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ടല്ലേ പിണറായി വിജയൻ കേരളത്തിന് പുറത്ത് പോകാത്തത്? അദ്ദേഹത്തിന് പോയി പറയാൻ അതൊരു പൊളിറ്റിക്കൽ കോസ് ആണല്ലോ സാർ. അല്ല, രാഹുൽ ഗാന്ധിയുടെ MPയെ പരിശോധിക്കുന്ന അത് രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. അതും ഈ രാഷ്ട്രീയമാണ്. അത്രമാത്രം അപഹസിച്ച, അത്രമാത്രം മന്ദയിൽ അധിക്ഷേപിച്ച ഒരാളുടെ പാർട്ടിയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചു വരുത്താൻ അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ പറ്റുക എന്നുള്ളത് കൂടി രാഷ്ട്രീയം. സാധ്യതകളുടെ കല കൂടിയാണല്ലോ. അതൊക്കെ ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഇപ്പൊ ജനങ്ങൾ കാണുമെന്നും ജനങ്ങൾക്ക് അതിൽ എന്ത് കാര്യം? ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ആളുകൾ പാർട്ടി മാറുന്നു. CPM കോൺഗ്രസ് ആവണു, കോൺഗ്രസ് RSS ആവണു, അല്ലെങ്കിൽ RSS മറ്റേ CPM ആവണു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. അതുകൊണ്ടൊന്നും ഒരു കഥയില്ല. അതിലൊന്നും വലിയ താല്പര്യം. എൻ്റെ ചോദ്യം ഇപ്പോഴും അതാണ്. ഈ നയം ഇപ്പം പറഞ്ഞിട്ടുള്ള നയം ഉണ്ടല്ലോ, ഇത് ശരിയോ തെറ്റോ എന്നാണ് ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യം.